ഹലോ, നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? അങ്ങനെ നമ്മൾ സുഭാഷ് ഏട്ടൻ പെണ്ണാലോചിച്ച് കുട്ടിയുമായിട്ടുള്ള കൂളിംഗ് ആണല്ലേ. കൂളിങ്ങിൽ ഇപ്പോഴും സുഭാഷ് ഏട്ടൻ എന്തായാലും ഫുഡിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നികേഷ് പോയിട്ട് ചെവിട് വെച്ച് കേൾക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോഴും ഇതുതന്നെയാണ്. രാവിലെ ദോശ ഉണ്ടാക്കും, ഉച്ചയ്ക്ക് ചോറുണ്ടാക്കും, വൈകിട്ട് അത് ചൂടാക്കി കഴിക്കും എന്നൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ നികേഷ് പോയിട്ട് നിധിയുടെ അടുത്തും അതുപോലെ തന്നെ സുധീഷിൻ്റെ അടുത്തൊക്കെ പോയി പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പറയുന്നത്, ഇത് ചളമാക്കുന്നു തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ ഹരീഷാണെങ്കിലും സുധീഷാണെങ്കിലും ചടച്ചിട്ട് പറയുന്നുണ്ട്, എന്താ ഇങ്ങനെ ഒന്നെങ്കിലും മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ വായ തുറന്ന ഫുഡിൻ്റെ കാര്യം ബള ബള പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ ഹരീഷ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നീതിയാണെങ്കിൽ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നമ്മുടെ സുഭാഷേട്ടൻ്റെ സ്വഭാവം എങ്ങനെയാണ് അതുപോലെ തന്നെ നിന്നോട്ടെ, അല്ലാതെ പിന്നെ ഓരോരുത്തർ ചെയ്യുന്ന പോലെ ആദ്യം കുറേ കയറ്റി വിട്ടിട്ട് പിന്നെ ഇങ്ങനെയൊന്നല്ല സ്വഭാവം എന്ന് അറിയണ്ടല്ലോ, അപ്പോൾ ആദ്യമേ അങ്ങനെ നിന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. അത് നമ്മളെ സുധീഷിനിട്ട് ഒന്ന് കൊട്ടിയതാണ്. സുധീഷിന് എന്തോ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ ഹരീഷും നികേഷൊക്കെ കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്. എന്തായാലും ആ കുട്ടിക്ക് കുറച്ച് ബോറടിച്ചെന്ന് തോന്നുന്നുണ്ട്. വീട്ടിലെ ഫുഡൊക്കെ നിങ്ങളാണ് ഉണ്ടാക്കുന്നത്, അത്രയല്ലേ ഉള്ളൂ, അപ്പോൾ നിങ്ങളെ അനിയൻ്റെ വൈഫ് ഉണ്ടാക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾക്ക് അത്ര അറിയില്ല, എന്നാലും എനിക്കതൊന്നും ഉണ്ടാക്കുന്നതിൽ മടിയില്ല, ഒരു കല്യാണത്തിൻ്റെ സദ്യ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾക്ക് കുക്ക് ചെയ്യാൻ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ആ കുറച്ചൊക്കെ അറിയാമെന്ന് പറയുന്നുണ്ട്. എൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അങ്ങനെയൊക്കെ. എന്തായാലും സുഭാഷേട്ടൻ്റെ കുക്കിങ്ങിനെ കുറിച്ചും കുറച്ച് പൊക്കി അടിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും സുഭാഷേട്ടനൊന്ന് ടോപ്പിക്കൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാൽ വലിയ കുഴപ്പമില്ലായിരുന്നു അല്ലേ. നമുക്ക് നോക്കാം ഇത് ഏതുവരെ പോകുമെന്നല്ലേ. നമ്മളെ സുധീഷ് എന്തായാലും നിധിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഓരോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ശയനപ്രദക്ഷിണമൊക്കെ നടത്തുന്നുണ്ട്. നിധിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. ആദ്യത്തെ 2 തവണ നിലത്ത് കിടന്നിട്ടുണ്ടപ്പോൾ നമ്മുടെ നിധി കണ്ടില്ല കേട്ടോ. പാവം നമ്മുടെ സുധീഷിൻ്റെ പ്ലാനിങ് ചീറ്റിപ്പോയി. ഒരു തവണ നമ്മുടെ തറയിൽ പോയി ഇടിക്കുകയാണ് ഉണ്ടായത്. പിന്നത്തെ ഒരു തവണ ചെയ്തപ്പോൾ അവർ കണ്ടില്ല. നമ്മളെ നിധിയും നികേഷും ആണെങ്കിൽ അമ്പലത്തിൽ വന്നിട്ട് വലം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ സുധീഷ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. എന്തായാലും ആദ്യത്തെ 2 തവണ കണ്ടില്ല. പിന്നെ അവരുടെ മുന്നിൽ പെടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ചെയ്തു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മളെ നിധിയാണെങ്കിൽ അവിടെ വിളക്ക് കഴുകുന്ന ഒരു ചേച്ചിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും അത് ഏറ്റില്ല. എന്നിട്ട് വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മളെ നികേഷിൻ്റെ കണ്ണിൽ ഇത് പെട്ടിട്ടുണ്ട്, ഈ സുധീഷാണ് കിടന്ന് ഉരുളുന്നെന്നുള്ളത്. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു, എനിക്ക് വഴിപാടാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് വഴിപാടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവൻ അവിടുന്ന് എണീക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ എണീറ്റ് ഇത് കഴിഞ്ഞോ എന്ന് ചോദിച്ച് നമ്മൾ നിധി, ആ കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഈ മുഴുവനായിട്ടില്ലല്ലോ, വലം വെച്ചിട്ടില്ലല്ലോ, മുഴുവൻ വലം വെച്ചിട്ടില്ലല്ലോ, ഇതിന് ശയനപ്രദക്ഷിണം എന്നാണ് പറയുക, ഇത് മുഴുവൻ വലം വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സുധീഷ് നിധി പറഞ്ഞതോടുകൂടി പെട്ടിട്ടുണ്ട്, വീണ്ടും ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. നിധി പറയുകയാണെങ്കിൽ ഒന്നുകൂടി ഇങ്ങനെ ചെയ്തോളൂ, നമ്മളെ നികേഷ് നിന്നെ ഉരുട്ടിക്കോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മളെ സുധീഷ് പെട്ടു, വീണ്ടും നിലത്ത് കിടന്ന് ഉരുളാണ്. നമ്മുടെ നികേഷ് ആണെങ്കിൽ ഉരുട്ടുന്നുണ്ട്. വേണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ സുധീഷിനെ ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലം വെച്ച് പൂർണ്ണമായപ്പോൾ അവിടെ ക്ഷീണിച്ച് നമ്മുടെ സുധീഷ് ഇരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ വേണ്ടിയിട്ടാണ് വഴിപാട് നടത്തിയെന്ന് ചോദിക്കുമ്പോൾ എല്ലാം നിധിക്ക് വേണ്ടിയിട്ടാണ്, അവളുടെ സർട്ടിഫിക്കറ്റ്സിനും ജോലിക്കൊക്കെ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കള്ളം പറയണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സത്യം ഇതിന് വേണ്ടിയിട്ട് തന്നെയാണെന്നൊക്കെ നമ്മൾ സുധീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമ്മളെ നിധി ചോദിക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ സുധീഷിൻ്റെ കാലിൽ നിന്ന് ചോരയൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് വല്ല മരുന്നും വാങ്ങിച്ച് പരട്ടാൻ നോക്കുന്നു പറഞ്ഞിട്ട് നിധിയും നികേഷും അവിടെ നിന്ന് പോവുക കേട്ടോ. അങ്ങനെ നമ്മളെ സുധീഷിനോട് പ്രത്യേകിച്ചൊരു സോഫ്റ്റ് കോണൊന്നും നമ്മുടെ നിധി കാണിക്കുന്നില്ല. എന്തായാലും നികേഷ് ചോദിക്കുന്നുണ്ട്, ഇനി അഥവാ ശരിക്കും നമ്മളെ സുധീഷേട്ടൻ വഴിപാട് നേർന്നാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നിധി ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. സുധീഷാണെങ്കിൽ വേദന സഹിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അവസാനം അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും സുധീഷിൻ്റെ ഇങ്ങനെയുള്ള പ്ലാനിംഗ് ഒന്നും വല്ലാതെ വർക്കൗട്ട് ആവുന്നില്ലല്ലേ. ഒരുപക്ഷെ നമ്മൾ സുധീഷിൻ്റെ ഇത്തരത്തിലുള്ള ഓവർ ആക്ടിങ് ആയിരിക്കും നിധി മനസ്സിലാക്കാതെ പോകുന്നത്. നിധിയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൾക്ക് ഇഷ്ടമില്ലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മുന്നേ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. എന്തായാലും സുധീഷിന് ഇങ്ങനെ ഓവർ ആക്ടിങ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. അല്ലാതെ തന്നെ അവൻ്റെ നോർമൽ രീതിയിൽ നമ്മളെ നിധിയെ വീഴ്ത്താമായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അവരുടെ ഒരു സ്നേഹം മനസ്സിലാക്കാൻ കുറച്ച് ലേറ്റായി പോകുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം പോകുക. ഇത് നമ്മളെ സുധീഷ് ഇങ്ങനെ ഓവറാക്കി നിന്നാൽ മിക്കവാറും നിധി മനസ്സിലാക്കാൻ ലേറ്റ് ആവേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും സുധീഷ് സ്നേഹിക്കുന്ന അതേപോലെ തന്നെ നിധിയും തിരിച്ച് സ്നേഹിച്ചാൽ മതിയായിരുന്നു, വളരെ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതിലും രസമുണ്ടായിരിക്കും അല്ലേ എപ്പിസോഡ്സൊക്കെ കണ്ടിരിക്കാൻ. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. ബൈ.